ശ്യാംരാജ്, നമ്മൾ വയനാട്ടിൽ കണ്ട ഏറ്റവും നല്ല ഒരു കാര്യം, അവിടെ ദുരന്തമുഖത്ത് DYFI, യുവമോർച്ച, യൂത്ത് കോൺഗ്രസ്, SDPI എന്നൊന്നുള്ള ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് ഒറ്റ കൈയായി അവിടെ രക്ഷാപ്രവർത്തനത്തിനും തെരച്ചിലിനും ഒക്കെ മുന്നിട്ടിറങ്ങിയത് വളരെ നല്ല ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ആ ഐക്യം നിലനിർത്തുക എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ദുരന്തം മറികടക്കാൻ അത്യന്താപേക്ഷിതമാണല്ലോ. അപ്പോൾ മറ്റ് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുള്ള ഒരു സമീപനം ഇനി പുനരധിവാസത്തിന്റെ കാര്യത്തിലും കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൂടെ? പ്രത്യേകിച്ച് അതിന് വലിയ ഫണ്ട് ആവശ്യമുണ്ട്. അല്ല, തീർച്ചയായിട്ടും അഭിലാഷ്, ഞാനത് പറഞ്ഞല്ലോ. അതിനകത്ത് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഞാൻ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് വന്നത് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയം പറയാനോ മറ്റാരെയും കുറ്റപ്പെടുത്താനല്ലോ. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യം പറയുമ്പോൾ അത് കുറ്റപ്പെടുത്തലാണെന്ന് പറയരുത്. ഈ സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ ഈ മുഴുവൻ സംവിധാനങ്ങൾക്ക്, അത് കേരള സർക്കാരെന്ന് വെച്ചാൽ ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കണം. അത് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തണം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇന്നും 500ഓളം വരുന്ന ആളുകൾ ടോയ്ലറ്റ് പോലും ഇല്ലാതെ താമസിക്കുന്നുണ്ട്. നിങ്ങൾ പോയി നിങ്ങളുടെ ക്യാമറമാനെ പറഞ്ഞു വിട്. അത് പറയുമ്പോൾ ഈ KT കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തിന് എന്താണ് ഇത്ര വിഷമം തോന്നുന്നത്? അത് തിരുത്തേണ്ടേ? അവിടെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടേ? അല്ലെങ്കിൽ ഇനി ഫണ്ട് വരുമ്പോൾ അവർക്ക് അലോക്കേറ്റ് ചെയ്യണ്ടേ? അങ്ങനെ പറയുന്നതിന് പകരം എന്തോ കുത്തി സംസാരിച്ച് എന്താ പറയുന്നത്? സത്യം പറയുന്നത് കുത്തി സംസാരിക്കലല്ല, അത് തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യത തേടലാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അദ്ദേഹം ഉണ്ടാക്കണം. രണ്ടാമത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഇതും രാഷ്ട്രീയം പറഞ്ഞെന്ന് വിചാരിച്ചിട്ടുള്ള ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസും 2018 മുതൽ പറയുന്നതാണ് കേന്ദ്ര സർക്കാർ ഇവിടെ ആർമി അതോടൊപ്പം ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചതിന് പണം തിരികെ വാങ്ങിയത്. ഇത് സാങ്കേതികമായിട്ടൊരു പ്രശ്നം മാത്രമാണ് അഭിലാഷ്. അതായത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് NDRF-ലോട്ട് കേന്ദ്ര സർക്കാർ അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടുണ്ട്. ആ ഫണ്ട് നമുക്ക് ഈ ഒരു ഡിസാസ്റ്റർ, ഈ ഒരു ദുരന്തം വരുന്ന സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ആർമിയുടെ പ്രശ്നം, അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സുകൾക്ക് അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റിൽ നിന്ന് മറ്റു കാര്യങ്ങൾക്കായിട്ട് ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും? കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ഏത് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഫണ്ടിൽ നിന്ന് ആ പണം ഉപയോഗിച്ചാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ തന്നെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി 100%, അതിൽ ₹1 പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഇല്ല, കേന്ദ്ര സർക്കാർ തന്നെ 100% സംസ്ഥാന സർക്കാരിന് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്ത ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ആർമിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നയാ പൈസ പോകേണ്ടതായിട്ടില്ല. ഒരു ബില്ല് ആർമി അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സസ് എത്ര രൂപയാണോ ചിലവായെന്ന് പറയുന്നു, ആ ബില്ല് ഒന്ന് സൈൻ ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്താൽ മാത്രം മതി. ഇതിന്റെ പണം മൊത്തം പോകുന്നത് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് തന്നെയാണ്. അപ്പൊ സാങ്കേതികമായൊരു കാര്യത്തിന്റെ പേരിൽ ഈ അവസാന നിമിഷത്തിലെങ്കിലും രാഷ്ട്രീയം പറയുന്നത് നിർത്തണം എന്നാണ് എനിക്ക് കോൺഗ്രസിനോടും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തോടും പറയാൻ